Ladies and gentlemen, boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ ആനിമേറ്റഡ് ഇൻഫോഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ ആഫ്റ്റർ എഫക്ട്സ്. ഞാൻ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്ത് മെയിൻ എന്ന് കൊടുത്തു. ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആനിമേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ റൈറ്റ് ക്ലിക്ക് ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു. വീണ്ടും ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് 2 എന്ന് കൊടുത്തു. ഈ ബാക്ക്ഗ്രൗണ്ട് 2-ൽ ഞാൻ ഇഫക്ട്സ് പ്രീസെസിൽ പോയി ഫ്രാക്ടൽ നോയ്സ് ആഡ് ആക്കി. Under transform, scale 600, contrast 430, brightness -130. Hold Alt key or Option key, evolution key frame select ചെയ്യുക. Add expression, time multiply 100. ഈ ബാക്ക്ഗ്രൗണ്ട് 2 ലെയറിന്റെ ബ്ലെൻഡ് മോഡ് സ്ക്രീൻ ആക്കി. ഞാൻ ഈ ലെയർ പ്രീകോം ചെയ്യുന്നു. ബൈ റൈറ്റ് ക്ലിക്ക് പ്രീകമ്പോസ്, റീനെയിം ചെയ്ത് നോയ്സ് എന്ന് കൊടുത്തു. അതുപോലെ ചെക്ക് മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ചെയ്ത് ന്യൂ കോമ്പോസിഷൻ, ബ്ലെൻഡ് മോഡ് സ്ക്രീൻ ആക്കി. ഇനി ഞാൻ ഈ നോയ്സ് കോമ്പിൽ കോഷ്യൻ ബ്ലർ ആഡ് ആക്കി. ബ്ലറിനെസ് 300. നോയ്സ് കോമ്പിന്റെ ഒപ്പാസിറ്റി ഞാൻ 5% ആക്കി. ഇനി ഞാൻ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് നമ്പേഴ്സ് ആഡ് ചെയ്തു. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ വെബസ് ന്യൂ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫിൽ, സോളിഡ് കളർ, സ്ട്രോക്ക്, സോളിഡ് കളർ, കളർ വൈറ്റ്, സ്ട്രോക്ക് 3 പിക്സൽസ് ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് ഇതുപോലെ ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഈ ഷേപ്പ് ലെയറിന്റെ ഒപ്പാസിറ്റി ഞാൻ 60 ആക്കി. ഞാൻ ഈ ഷേപ്പ് ലെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ലൈൻ ഡ്രാഗ് ചെയ്ത് ഇതുപോലെ താഴെ വെച്ചു. അതുപോലെ ഈ ഓരോ നമ്പേഴ്സിലും ഓരോ ഷേപ്പ് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഇയേഴ്സ് ആഡ് ആക്കുന്നു. എന്നിട്ട് ഈ 2 ടെക്സ്റ്റ് ലെയറിന്റെ ഒപ്പാസിറ്റി 60 ആക്കി. നെക്സ്റ്റ് ഞാൻ ഈ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്ത് പ്രീകോം ചെയ്യുന്നു. റീനെയിം ചെയ്ത് ലൈൻസ് എന്ന് കൊടുത്തു. ഈ ലൈൻസ് കോമ്പിൽ ഞാൻ ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി ഗ്ലോ ആഡ് ആക്കി. ഇനി ഞാൻ റെക്ടാങ്കിൾ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലെ ബാർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഷേപ്പ് ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്ത് സ്കെയിൽ ഓപ്പൺ ആക്കി. എന്നിട്ട് അൺലിങ്ക് ചെയ്ത് സ്കെയിൽ 80 ആക്കി. സൈസ് പൊസിഷൻ ഓപ്പൺ ആക്കി. ഷേപ്പ് ലെയേഴ്സിന്റെ 1 സെക്കൻഡ് പ്ലേ ഹെഡ് കൊണ്ട് വെച്ചിട്ട് പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദ ബിഗിനിങ് പൊസിഷൻ ഡൗൺ ആക്കി. ഇതുപോലെ സെലക്ട് ഓൾ കീ ഫ്രെയിംസ്, ഈസി ഈസ്. ഓപ്പൺ ഗ്രാഫ് എഡിറ്റർ, സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഈ ബാർ കളർ ചേഞ്ച് ചെയ്ത് ഗ്രീൻ ആക്കുകയാണ്. അതിനെ ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി ഫിൽ, കളർ ഗ്രീൻ ആക്കി. ഇനി എല്ലാം ഷേപ്പ് ലെയേഴ്സും സെലക്ട് ചെയ്ത് പ്രീകമ്പോസ്, റീനെയിം ചെയ്ത് ബാർസ് എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ഗ്ലോ ആഡ് ആക്കി. ഗ്ലോ ഇന്റൻസിറ്റി 0.5. ഇനി ബാർസ് കോം സെലക്ട് ചെയ്ത് റെക്ടാങ്കിൾ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബാർ ആനിമേഷൻ കുറച്ചും കൂടി ക്ലീൻ ആയി. നെക്സ്റ്റ് ഞാൻ ഈ ഓരോ ബാറിൻ്റെയും ആനിമേഷൻ സ്ലൈഡ്ലി ചേഞ്ച് ചെയ്യുകയാണ്. അതിനായി ബാർ കോപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എല്ലാം ഷേപ്പ് ലെയേഴ്സും സെലക്ട് ചെയ്യുക. പ്ലേ ഹെഡ് അടുത്ത് എൻഡിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ടൈം ഡ്യൂറേഷൻ 9 സെക്കൻഡ്സ് 20 ഫ്രെയിംസ് ആണ്. ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റന്റ്, സീക്വൻസ് ലെയേഴ്സ്, ചെക്ക് ഓവർലാപ്പ്, എന്നിട്ട് ഡ്യൂറേഷൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. ഫൈനലി ഞാനൊരു ടെസ്റ്റ് ആഡ് ചെയ്യുന്നു. ഒരു ടോപ്പ് ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി ടൈപ്പ് റൈറ്റർ എഫക്റ്റ് ആഡ് ആക്കി. എനിക്ക് ഈ ഫ്രെയിം കുറച്ച് അടുത്ത് പ്ലേസ് ചെയ്തു.
ആൻഡ് ദാറ്റ്സ് ഇറ്റ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.